കോഴിക്കോട് പന്തീരാങ്കാവിലെ നവോദിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറെടുക്കുന്നു. പരാതിക്കാരിയെ പരിശോധിച്ച് ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനം അതിനുശേഷമെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയായ ഭർത്താവിനെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ ചേർത്തില്ല എന്ന് യുവതിയുടെ ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. ഇപ്പോൾ അതിക്രൂരമായ മർദ്ദനം പറ്റും. പക്ഷേ ആ വിസ്മയ ഒക്കെ സംഭവിച്ചേക്കാവുന്ന സംഭവം ഉണ്ടായേക്കാവുന്ന സംഭവത്തിൽ നേരിയ തോതിൽ രക്ഷപ്പെട്ടു എന്നേ പറയേണ്ടതുള്ളൂ. ഇപ്പോൾ ആ കുട്ടി നമ്മുടെ വിനിത വിജിക്കൊപ്പം ചേരുന്നുണ്ട്. വിനിതയിലേക്ക്. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ ആ പെൺകുട്ടി അവരിപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്, 24നോടൊപ്പം ചേരുകയാണ്. അവർ വലിയ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ തന്നെയാണ് അവർ നേരിട്ടത്. അവരവരുടെ അനുഭവം അവർക്ക് എന്താണ് ഈ ഒരു ഘട്ടത്തിൽ? കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്? ഹെൽത്ത് ഓക്കെ അല്ല. ഞാൻ നല്ല പെയിനുണ്ട് എനിക്ക്. തലയ്ക്ക് കുറേ ഇടി കൊണ്ടിട്ടുണ്ട് എനിക്ക്, ശരീരം മൊത്തം വയറ്റ് വരെ. പിന്നെ എനിക്ക് ഭക്ഷണമൊന്നും വരെ കഴിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം ചവയ്ക്കുമ്പോഴത്തേനും തല നന്നായിട്ട് വിങ്ങുന്നുണ്ട് എനിക്ക്. ഓക്കെ ആകും, കുറച്ച് ടൈം എടുക്കും എന്തായാലും. സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു? സ്ത്രീധനം കുറഞ്ഞു പോയി. പുള്ളി അതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാറ്, അതൊക്കെ പുള്ളി ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് എനിക്കെപ്പോൾ തരും എന്നുള്ള രീതിയിലായിരുന്നു തർക്കം അന്ന് സ്റ്റാർട്ട് ചെയ്തത്. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ ദിവസം മുതൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? അതോ ഈ പറഞ്ഞതുപോലെ ഇവർ വീട്ടിലേക്ക് വന്നപ്പോഴാണോ, അതിൻ്റെ തലേദിവസമാണോ ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്? അതായത് മർദ്ദനം എനിക്ക് ഏറ്റത് ഈ എൻ്റെ വീട്ടുകാർ വരുന്നതിൻ്റെ ആ ഒരു വെളുപ്പിനായിരുന്നു. 11-ാം തീയതി ഒരു മണിക്ക് ശേഷമാണ് ഞങ്ങളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ബീച്ചിൽ പോയായിരുന്നു. ബീച്ചിൽ പോയി വന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഈ തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ അന്നേ ദിവസം രാവിലെ രാഹുലിൻ്റെ അമ്മയായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം കഴിഞ്ഞിട്ട് അതും ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെ അമ്മ എന്നോട് സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ള പേരിൽ വെച്ചിട്ട് കിച്ചണിൽ വെച്ചിട്ട് എപ്പോഴും എൻ്റെ മകൻ ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ടെന്നുള്ള പേരിൽ എന്നോട് ഉള്ളൊരു സംഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ അമ്മയും മകനും ചേർന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് രാഹുലിനോട് ചോദിച്ചു, എന്താ അമ്മ പറഞ്ഞത്? അപ്പോൾ നീ അത് തൽക്കാലത്തേക്ക് അറിയണ്ട എന്നുള്ള രീതിയിലാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ അവിടെ തൊട്ടടുത്തുള്ളൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൊക്കെ ഒരുമാതിരി റെഡിഷ്, അങ്ങനെ ഒരു വല്ലാത്തൊരു ലുക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിച്ചിട്ടുണ്ടല്ലോ, പുള്ളിക്ക് അപ്പോൾ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിച്ചോളുകൊണ്ട് നമുക്കധികം ഡ്രൈവ് ചെയ്യണ്ട. പക്ഷെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പുള്ളി ഡ്രൈവ് ചെയ്തത്. അതായത് ഒരു ബൈക്ക് ചെറുതായിട്ടൊന്ന് സ്കിഡായ പോലും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി മദ്യമല്ല. ഞാൻ ആദ്യം വിചാരിച്ച മദ്യമാണ് കഴിച്ചേക്കണമെന്നാണ്, പക്ഷെ മദ്യം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മദ്യം കഴിച്ച ഒരാൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുള്ളതായിട്ടൊരു സംശയമാണ്. അതെ, എനിക്ക് അതിൽ കൂടി എന്തെങ്കിലും ലഹരി കഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. അന്നേ ദിവസം ബീച്ചിൽ കൊണ്ടുപോയിട്ട് പുള്ളി ആദ്യം സംസാരിച്ചത് അമ്മയെക്കുറിച്ചാണ്. അമ്മയോട് നീ എന്താ സംസാരിക്കാത്തതെന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിലായി അന്ന് രാവിലെ നടന്ന എന്തോ ഒരു ഡിസ്കഷൻ്റെ പേരിൽ പുള്ളിയുടെ മനസ്സിൽ എന്തോ കയറിയിട്ടുണ്ട്. അമ്മ എന്തോ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആളെ. അപ്പോൾ ആ ഒരു ബീച്ചിൽ ആ ഒരു തർക്കം കഴിഞ്ഞിട്ടാണ് വലിയ തർക്കമൊന്നും ഉണ്ടായില്ല, ചെറിയൊരു പിണക്കം കഴിഞ്ഞിട്ടാണ് നമ്മൾ മർദ്ദിക്കുന്നത് വീട്ടിൽ വന്നതിന് ശേഷമാണ്. അതും എനിക്ക് ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട് ഞാൻ എന്നുള്ള രീതിയിൽ അതെപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ നമ്മളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടല്ലേ ഈ നെറ്റിയിലൊക്കെ ഇത് മർദ്ദനത്തിൻ്റെ നെറ്റിയിൽ, അതായത് കൈമുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഇവിടെ സൈഡിൽ ഇടിച്ചു. പിന്നെ ബാക്കിൽ ഇടിച്ചു. പിന്നെ നെറ്റിയുടെ ഇവിടെ ആ മുഷ്ടി വെച്ചിട്ട് തന്നെ ഇടിച്ചു. പിന്നെ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കിയായിരുന്നു എന്നെ. പിന്നെ കുരിശ് നിർത്തിയിട്ട് പുറത്ത് ഇടിച്ചായിരുന്നു. പിന്നെ ബഹളമൊക്കെ നടക്കുമ്പോൾ വീട്ടിൽ ഈ അമ്മയോ അല്ലെങ്കിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല? നിങ്ങൾ ഈ ബഹളവും നിങ്ങളുടെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകുമ്പോൾ മർദ്ദനം നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ ആകെ ഉള്ളത് അമ്മയും പിന്നെ ചേച്ചിയും രാഹുലിൻ്റെ ഫ്രണ്ട് രാജേഷുമാണ്. അപ്പോൾ അമ്മയും ചേച്ചിയും താഴെയാണ്. അവർ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. മർദ്ദിക്കുന്നതിലൊന്നും ഇടപെടാനോ അല്ലെങ്കിൽ തടയാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, ആരും ശ്രമിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ നല്ല ഒച്ച ഉണ്ടാക്കിയാണ് കരഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും തൊട്ടപ്പുറത്തെ റൂമിൽ രാജേഷ് അത് കേൾക്കേണ്ടതായിരുന്നു. മാത്രമല്ല മർദ്ദിക്കുന്ന സമയത്ത് ആരോ കയറി വരുന്ന സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. അത് പുള്ളിയും ആ സമയത്ത് പറഞ്ഞു, ആരോ കയറി വരുന്നുണ്ട്, ഒച്ച ഉണ്ടാക്കല്ലേ എന്ന്. പിന്നെ കുറച്ച് നേരത്തേപ്പോഴത്തേക്കും ആ സൗണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് താഴേന്ന് ആരോ സ്റ്റെയർ കയറി മേളിൽ വന്നതാണ്. പക്ഷേ റൂമിലേക്ക് തട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. കേബിൾ കഴുത്തിൽ മുറുക്കിയിട്ടാണ് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയത്?
കേബിൾ, അതെ, ചാർജറിൻ്റെ കേബിള് കഴുത്തിൽ മുറുക്കിയിട്ട് കൊല്ലും, എനിക്കത് എപ്പോൾ തിരിച്ചു തരും, എനിക്കത് കിട്ടണം എന്നുള്ള രീതിയിലാണ്, തന്നില്ലെങ്കിൽ കൊല്ലും, ഇനിയും കൊല്ലും എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചതെന്ന്. വീട്ടിൽ നിന്ന് ആളുകൾ വരുമ്പോൾ ഇവരിപ്പോൾ പാരൻസൊക്കെ വീട്ടിൽ നിന്ന് കാണാൻ വന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. പാരൻസ് അന്നേ ദിവസം എന്താണ് രാവിലെ പുലർച്ചെ ഒരു 12 മണിക്ക് ശേഷമാണ് അവർ രാഹുലിൻ്റെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളാണല്ലോ അവരെ സ്വീകരിക്കാനായിട്ട് എത്തേണ്ടത്. ആ സമയത്തൊന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, റൂമിലായിരുന്നു. ഞാൻ എണീറ്റ് തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ്. പിന്നെ എനിക്ക് പറ്റാവുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ താഴെ വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മുഖം ഭയങ്കര വികൃതമായിരുന്നു. ഇതുപോലെ ഒന്നും ആയിരുന്നില്ല, നന്നായിട്ട് മുഴച്ചിട്ടിരിക്കുകയായിരുന്നു. മൂക്കിൽ നിന്ന് ആ ബ്ലഡിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇട്ടിരുന്നത് വേറെ മൂക്കുത്തിയായിരുന്നു, അത് ഒടിഞ്ഞിട്ടാണ് പുതിയ ഇപ്പോൾ മൂക്കുത്തി ഇട്ടത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോഴും ഉണ്ട് ആ പാട്, ഉണ്ട്, ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായ പാടുണ്ട് ഇവിടെ മൂക്കി മുറിഞ്ഞതിൻ്റെ. അപ്പോൾ ഞാൻ ആ സമയത്ത് അവരോട് പറഞ്ഞത്, അപ്പോൾ അവർ കണ്ടിട്ട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാത്റൂമിൽ വീണാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു തോന്നുന്നില്ല ഹസ്ബൻഡ്? രാഹുൽ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, ബാത്റൂമിൽ വീണാണെന്ന് പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു പറയാം എന്ന് ഞാൻ തന്നെ പറഞ്ഞു. അങ്ങനെ ബാത്റൂമിൽ വീണാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി, ഇല്ല, എന്നെ ഒന്ന് ഇരുത്തിയിട്ട് അവർ നന്നായിട്ടൊന്ന് നോക്കിയപ്പോൾ ചെവിയുടെ ഇവിടെ കണ്ടോ ഇപ്പോഴും ആ ഒരു ബ്ലഡ് അടിച്ചതിൻ്റെ അത് ക്ലോട്ടായി കിടപ്പുണ്ട്. മൂക്കിൻ്റെ ഇവിടെ ആ ബ്ലഡ് ഇങ്ങനെ താഴെ ആ സമയത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല അതുപോലെ തന്നെ ഉണ്ടായിരുന്നു തല ഇങ്ങനെ മുഴച്ചത്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും കുറേ ചോദ്യം ചെയ്തു തന്നെ. അങ്ങനെ കുറേ ചോദിച്ചതിൻ്റെ പിന്നിൽ ലാസ്റ്റാണ് ഞാൻ പറയുന്നത് എനിക്ക് എങ്ങനെ രാഹുലേട്ടൻ എന്നെ മർദ്ദിച്ചതാണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. പോലീസിൽ അന്ന് തന്നെ പരാതി നൽകിയിരുന്നു, പക്ഷേ ഈ പറഞ്ഞതുപോലുള്ള കൊലപാതക ശ്രമത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനൊന്നും വേണ്ട നടപടി ഉണ്ടായില്ല എന്നുള്ളതാണോ പരാതി? നിലവിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നത്? അന്ന് തന്നെ നമ്മൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പാരൻസ് വന്നിട്ട് തന്നെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം അവിടെ കോഴിക്കോട് തന്നെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. ഞാൻ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ അവിടെയും പറഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടിയത് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞതൊന്നും അതിൽ അവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കിയ കാര്യങ്ങളൊന്നും അതിലില്ല. അവരത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അതിനുശേഷം അവരെന്നെ നിർത്തിയില്ല. പിന്നെ ബാക്കിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്നെ എറണാകുളത്തേക്ക് എൻ്റെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരായിരുന്നു. പിന്നെ ഇവിടെ ഞാനൊരു ചികിത്സയും കൗൺസിലിംഗ് ഒക്കെ എടുത്തായിരുന്നു. ഇനി എന്താണ് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ വേണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം? ഇപ്പോൾ അച്ഛൻ SP-നെ കാണാൻ പോയിട്ടുണ്ടാവുക. വേണം, അതെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വിവാഹബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പോൾ പോലീസിൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അതിൻ്റെ കാര്യഗൗരവം അതിൻ്റെതായ രീതിയിലെടുത്ത് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. ഹഷ്മി, തീർച്ചയായും അവർ സൂചിപ്പിച്ചതുപോലെ അവരുടെ മുഖം നമുക്ക് കാണുമ്പോൾ ഇപ്പോഴും അത് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ചെവിയുടെ ഭാഗത്ത്, ഒപ്പം തന്നെ അവരുടെ തലയുടെ ഭാഗത്ത്, മൂക്കിൻ്റെ ഭാഗത്തൊക്കെ തന്നെ ഇങ്ങനെ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം, അവർക്ക് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഹഷ്മി, വിനിത വിജിയാണ് ആ വീട്ടിൽ നിന്ന് ആ കുട്ടിയോട് കാര്യങ്ങൾ സംസാരിച്ചത്. അല്ല വിനിത, ഇവിടെ ബാബു മുഗൽ എന്നൊരു വേഷം പറയുകയാണ്, മോളെ ദൈവം കാത്തു എന്ന് പറയാൻ. താഴെ വേറൊരു വേഷം പറയുകയാണ്, ഇർഷാദ് പുല്ലുവട്ട കുട്ടിയെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയോ നിയമ നടപടി സ്വീകരിച്ചതുകൊണ്ട് മറ്റപകടം ഉണ്ടായില്ല, പല കേസുകളിലും ഇതുണ്ടാവാറില്ല, അതുകൊണ്ടാണ് പല കൊലപാതകങ്ങൾ നടക്കുന്നതെന്ന് പറയുന്നു. വിസ്മയ, നമുക്ക് ഓർമ്മ അനുഭവം ഉണ്ടല്ലോ. വിനിത, അപ്പോൾ വീട്ടുകാരുടെ ഒരു കൃത്യമായ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായി എന്ന് പറയാമല്ലേ? തീർച്ചയായും ഹഷ്മി, ഈ ഘട്ടത്തിൽ ഇപ്പോൾ അവരുടെ അമ്മ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അമ്മയ്ക്ക് ചില കാര്യങ്ങൾ പറയണം എന്ന് ഈ ഘട്ടത്തിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അമ്മ പറയാനുള്ളത്? എന്ന് വെച്ചാൽ എൻ്റെ മോളെ ചെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരാണ്ടായി, നമ്മൾ കാണാണ്ടായപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിക്കുകയാണ് ചെയ്യണത്. ഫോൺ വിളിച്ചപ്പോൾ മോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു 2 പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോൾ രാഹുൽ എടുക്കുകയാണ്. രാഹുൽ എടുത്തിട്ട് പറഞ്ഞു, പിന്നെ അമ്മ ഞങ്ങൾ ഡ്രസ്സ് ചെയ്യണം, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അവൻ വന്നിട്ട് പറഞ്ഞു, അപ്പോഴും ഞാൻ ചോദിച്ചു നീമ എന്ത് ചെയ്യുന്നു? അപ്പോൾ പറഞ്ഞു നീമ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവൾ ഇറങ്ങി വന്നത്. അപ്പോൾ ഇറങ്ങി വന്ന് ഇങ്ങനെ ഒരു വാതിലിൻ്റെ ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും ഇങ്ങനെ കിടന്ന് നോക്കിയപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മോളാണിത് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞാൻ ചെന്നിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ആകെ ഇത്. അപ്പം ഞാൻ ചോദിച്ചു മോനെ എന്ത് പറ്റിയെന്ന്. അപ്പോൾ സംസാരിക്കാനൊന്നും പാടില്ല, കണ്ണൊക്കെ ഇങ്ങനെ ഏണ്ടി മയക്കുമരുന്ന് അടിച്ചവരുടെ കണ്ണില്ലേ അതുപോലെ കിടക്കുകയാണ് കുട്ടിയുടെ. അപ്പോൾ ലാസ്റ്റ് എനിക്ക് തോന്നി ഞാൻ ഇവളെ പിടിച്ച് ഒരു കസേരം ഇരുത്തിക്കൊണ്ടും ഞാൻ പറഞ്ഞു, മോനെ എന്താണിത് സംഭവിച്ചത്? ഞാനിങ്ങനെ നോക്കി മുഖം നോക്കിയപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നി, ഇവിടെ നിന്ന് ബ്ലഡ് വന്നി, ഇവിടെ ഇതിങ്ങനെ ചതഞ്ഞൊക്കെ ഇരിക്കണം. അപ്പോഴേ എനിക്ക് ശരിക്കും സംശയം തോന്നി. അങ്ങനെ ഇത് പിന്നെ ബാത്റൂമിൽ തന്നെ വീണാണ്. ഞാൻ മോളോട് പറഞ്ഞ് മോള് സത്യം പറയണം, മോള് നുണയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അമ്മ ഇവിടെ നിന്ന് പോകണമെങ്കിൽ
ഇത് സത്യം അറിഞ്ഞ് നിന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ ചേട്ടൻ്റെ മോള് കൂടെ ചേച്ചി പറഞ്ഞു, ഇത് അന്ന് മോളുള്ള കാര്യം അച്ഛനും അമ്മനോട് രഹസ്യമായിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, രഹസ്യമായിട്ടൊന്നും പറയണ്ട, അവളുടെ ചേച്ചിമാരും ചേട്ടന്മാരും വെളിച്ചന്മാരൊക്കെയാണ് ഉള്ളത്, പരസ്യമായിട്ട് പറയണമെന്ന് പറയും. അപ്പോൾ രാഹുലിൻ്റെ അമ്മ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഇവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തെന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും അതോടുകൂടി അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നവരൊക്കെ കൂട്ടക്കരച്ചിലായി. എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ സമയത്ത് 1 മണിക്കൂർ കൊച്ചിനെ ഇത്രയും താണ്ഡവം അവൻ ആടി എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് അവിടെ നിന്ന് വലിച്ചുകൊണ്ടുവന്നു ഇങ്ങനത്തെ ക്രൂരത ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു. നമ്മൾ അന്നേരം ഇതായി നമ്മളെ മോളെയും കൊണ്ട് പോകുമെന്ന് തന്നെ നമ്മൾ പറഞ്ഞു. പറഞ്ഞ് നമ്മൾ നേരെ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടർക്കെല്ലാം കൃത്യമായി മനസ്സിലായി. എന്ന് വെച്ചാൽ ഇതുപോലെയല്ല ചെല്ലണത്, ഒരു ഭീകരാവസ്ഥയാണ്. അതെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ ഇവിടെ വന്നു. പക്ഷേ പന്തീരങ്കാവ് പോലീസ് വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട്, ഇത് നിങ്ങൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഏതൊരാൾക്കും ഒരു പെൺകുട്ടിയും തന്നെയല്ല, ഈ ലോകത്തുള്ള ഓരോ വ്യക്തിക്കും മനുഷ്യനെയും നീതി കിട്ടണം. ആ നീതി പക്ഷേ അവർ തന്നില്ല. അവൻ പൈസ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ഇവനും ഇവൻ്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. അവരുടെ തോളത്ത് കൈയിട്ടാണ് പോലീസുകാർ നടക്കുന്നത്. അപ്പോൾ CAക്ക് എങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും CA തുടങ്ങി അടിവരെയുള്ളവർക്ക് ഇവരെ രമ്യതയിൽ എത്തിച്ച് പറഞ്ഞെടുക്കണം. അപ്പം ഞാൻ CAനോട് ചോദിച്ചു, ഈ രമ്യതയിൽ എത്തിക്കുമല്ലോ, അപ്പോൾ ഇതുപോലെ പല പെൺകുട്ടികളെയും നിങ്ങളുടെ പരാതിയും കൊണ്ട് വരുമ്പോൾ രമ്യതയിൽ എത്തിച്ച് പോകും. 2 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം വാർത്ത വന്ന എന്തെന്നാണ്, മരിച്ചു എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അവർ അവസാനത്തെ ആയുധം എടുക്കണം, എന്താണ്, മരണം. അപ്പോഴും കേൾക്കാം പോലീസുകാരുടെ അനസ്ഥ. അപ്പം ഇയാൾ പറയണത് എന്താന്ന്, അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ വീണ്ടും ഉത്തരേ, പിന്നെ ആ മുസ്ലിം കൊച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പിന്നെ വിസ്മയൊക്കെ ആവും, വിസ്മയൊക്കെ ആയിപ്പോ. അമ്മ ഇപ്പൊ ആ വീട്ടിൽ ചെന്നിരുന്നു. അപ്പോൾ രാഹുലിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ആ വീട്ടിൽ മറ്റ് ഇപ്പൊ രാഹുലിന്റെ സഹോദരനും അല്ലെങ്കിൽ അമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സാഹചര്യത്തിൽ അവരെന്താണ് പറഞ്ഞത്? ഈ അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ, നിയമം എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ നമുക്ക്. എന്ന് വെച്ചാൽ അമ്മയെന്ന് പറഞ്ഞ രാഹുലിനെ പോലെ തന്നെ ഒരു പ്രതിയാണ്, ശരിക്കും ഒരു പ്രതി ആണവർ. അപ്പോൾ അവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെ മോളെ ഒതുക്കാം, ഇല്ലാണ്ടാക്കാം, ഒന്നില്ലെങ്കിൽ അവർക്ക് മോനെ ഒറ്റക്ക് കിട്ടാൻ വേണ്ടിയാണോ എന്നറിയില്ല. ഈ കല്യാണവുമായി മുന്നോട്ട് പോയ സമയത്ത് അവർ ഈ സ്ത്രീധനം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, അവർക്ക് സ്ത്രീധനം അന്നേരം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായില്ല നമ്മളോട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പറയുകയാണ് ചെയ്യണത്, നമ്മൾ ഇത്ര പവനെ തരുള്ളൂ, ഞങ്ങൾക്ക് ഇത്ര കപ്പാസിറ്റി ഉള്ളൂ, അതിൽ സമ്മതമാണെങ്കിൽ മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന്. പക്ഷേ അന്നേരം സമ്മതിച്ച് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരാൻ ഞങ്ങൾ സ്വീകരിക്കുക. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവരുടെ തരം മാറി. നമ്മളെ കൊടുക്കാണെന്ന് പറഞ്ഞതിൽ ഇത്തിരി കൂടി കൂടുതലാണ് കൊടുത്തത്. എന്നിട്ട് അപ്പം അത് സംഭവത്തിന് ശേഷം പിന്നീട് അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഈ പരാതിയൊക്കെ കൊടുത്തതിന് ശേഷം? ആരും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ രാഹുൽ എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല, ഫോൺ എടുത്തില്ല. ഞാൻ ഇങ്ങനൊരു അവസ്ഥ ഒരു മകൾക്ക് ഉണ്ടാകരുത്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് നമ്മൾ വളർത്തി വലുതാക്കി, നമ്മുടെ സ്വപ്നമാണ് അല്ലേ മക്കളൊക്കെ. പക്ഷേ ഒരു 7 ദിവസം കൊണ്ടത് അവക്കടെ ജീവിതം ചിന്തിക്കളഞ്ഞില്ലേ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണം. അവർ പറഞ്ഞത് എന്നോട് എന്താണ്, ഞാൻ പറഞ്ഞു എന്നിട്ട് എന്തിനാണ് സാറേ എൻ്റെ മോള് വീണ്ടും ഒരു ഉത്രയും വിസ്മയം ആകാനാണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞത് എന്തെന്നാണ്, ഞാൻ അങ്ങനെ പറയുള്ളൂ. പോലീസെന്ന് പറയാൻ അവരെ മാനിക്കാനേ നമുക്ക് കഴിയില്ല. എല്ലാവരെല്ലാം നമ്മൾ പറയുന്നത്, പക്ഷേ പറയാണ്ടിരിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ അവരത്ര അനീതിയാണ് ഞങ്ങളോട് കാണിച്ചത്. അപ്പം അയാൾ പറയണേണ് അത് പത്രക്കാർ എഴുതിയുണ്ടാക്കിയതാണെന്ന് CI പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയണ ഒരു പോലീസുകാർക്കെതിരെ ഇവിടെ നടപടി എടുത്തില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു വ്യക്തിക്കും, മനുഷ്യനെന്ന വ്യക്തിക്കും നീതി കിട്ടില്ല. അപ്പൊ അതിന് നിങ്ങളാ മുന്നിട്ടിറങ്ങേണ്ടത്. തീർച്ചയായും ഹാഷ്മി, ആ അമ്മ നിറ കണ്ണുകളോട് കൂടിയാണ് ഇപ്പോൾ ആ വേദന പറഞ്ഞത്. എന്താണെങ്കിലും ഇനി ഒരു മകൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ആ അമ്മയുടെ ആവശ്യം. ഇപ്പോൾ ആ പെൺകുട്ടി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ സൂചിപ്പിച്ചതുപോലെ ഇനി ആ വീട്ടിലേക്ക് ഇല്ല എന്നുള്ളത് തന്നെയല്ലേ തീരുമാനം? തീർച്ചയായും ഈ ബന്ധത്തിന് ഞാൻ ഇനി മുന്നോട്ടില്ല.
സോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ ഒരു അഭിനന്ദനം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. കാരണം പല പെൺകുട്ടികളും ഇങ്ങനെ മർദ്ദനമോ അല്ലെങ്കിൽ പീഡനമോ ഒക്കെ സഹിച്ച് വീണ്ടും ആ വീട്ടിൽ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇനി എന്താണ് ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമുണ്ട്? അതെ അതെ, അത് മുന്നോട്ട് തന്നെ പോകണം. എന്തായാലും ഞാൻ തിരിച്ച് ആ വീട്ടിലേക്കില്ല ഒരു കോംപ്രമൈസിനും എൻ്റെ സൈഡിൽ നിന്ന് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഉണ്ടാവില്ല. നീതി തന്നെ കിട്ടണം, അതാണ് എൻ്റെ ആഗ്രഹം. രാഹുൽ വിളിച്ചിരുന്നോ പിന്നെ എപ്പോഴെങ്കിലും? രാഹുൽ കോൺടാക്ട് ചെയ്യാനായിട്ട് കുറേ ശ്രമിച്ചായിരുന്നു, പക്ഷേ ഞാൻ ഫോൺ എടുത്തില്ല. അവരുടെ ബന്ധുക്കളോ ഈ പറഞ്ഞ പോലെ അമ്മയോ ആരെങ്കിലും? ഒരുപാട് പേര് കുറേ നമ്പറിൽ നിന്ന് വിളിച്ച്, പക്ഷേ ഞാൻ ഒന്നും എടുത്തില്ല. ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഹെൽത്ത് ഇഷ്യൂ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഇന്നലെ എന്തോ ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നു അല്ലേ ഹോസ്പിറ്റൽ? പറവൂർ നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതിൻ്റെ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. CT സ്കാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഇന്ന് കിട്ടും. പിന്നെ അവിടെ തന്നെ നമ്മളൊരു കൗൺസിലിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തായിരുന്നു. കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അതെ. ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പം മാട്രിമണി പോലുള്ള അങ്ങനെ സൈറ്റിൽ നിന്ന് വന്ന വിവാഹാലോചനയാണിത്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കുന്ന സമയത്തോ ഒക്കെ ഈ സ്ത്രീധനം സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വാഹനം വേണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ആക്ച്വലി ആ ഒരു സമയത്ത് തമാശ രൂപേണ എന്നോട് ചോദിച്ചായിരുന്നു കാറ് കിട്ടുമോ, എനിക്ക് കാറ് കിട്ടുമെന്ന്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ആ സമയത്ത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒരു തമാശ രൂപേണയാണ് ഞാനും അതിനെ കണ്ടത്. പക്ഷെ അത് കല്യാണ ശേഷം ഇത് ഇത്ര സീരിയസ് ആയിട്ട് വരും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ആ കല്യാണത്തിൻ്റെ കുറച്ച് നാൾക്ക് മുന്നേ നമ്മളുടെ സൈഡിൽ നിന്ന് ഇത്രയാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അത് അവർ പൂർണ്ണ സമ്മതത്തോടു കൂടി അത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് പ്രൊസീഡ് ചെയ്തത്. അതായിരുന്നു മെയിൻ വിഷയം സത്യത്തിൽ. ആ ഒരു രണ്ട് ഫാമിലിയും തമ്മിലൊരു ഡിസ്കഷനിൽ ഇതായിരുന്നു മെയിൻ അവിടുത്തെ ഡിസ്കഷൻ. ഇതിൻ്റെ പേരിലൊരു തർക്കം ഫ്യൂച്ചറിൽ വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഉറപ്പ് അച്ഛൻ വാങ്ങിച്ചിട്ടാണ് രാഹുലിനെ എന്നെ ഏൽപ്പിച്ചത്. പക്ഷെ അത് നമ്മൾ വിചാരിച്ച പോലെ ആയില്ല. ഈ കാറിനൊപ്പം വേറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഈ സ്വർണ്ണമോ കൂടുതലായി പണമോ അങ്ങനെ എന്തെങ്കിലും നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു? കാറും സ്ത്രീധനം കൂടുതൽ വേണം എന്നുമായിരുന്നു. എത്രയാണെന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നവർ? ഒരു 150 അടുത്ത് എന്തുമായിരുന്നു ആവശ്യപ്പെട്ടത്. ഈ അമ്മയും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൂടുതൽ വേണമെന്നുള്ളത്? അതായത് കല്യാണത്തിന് മുന്നേ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നില്ല അമ്മയുടെ സൈഡിൽ നിന്ന്. പക്ഷേ കല്യാണ ശേഷം ഞാൻ കിച്ചണിൽ കയറുമ്പോൾ സ്വർണത്തിൻ്റെ കാര്യത്തിലൊരു ഡിസ്കഷൻ വന്നപ്പോൾ എന്നോട് പറയുമായിരുന്നു എൻ്റെ മകൻ ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് എനിക്ക് അമ്മയായിട്ട് ഒരു നല്ല ടേംസിൽ പോകാൻ പറ്റിയില്ല അതിന് ശേഷം. അപ്പോൾ ആ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ അവരെന്നോട് തീർത്തായിരുന്നു. തീർച്ചയായും ഹാഷ്മി, ഇനി താൻ ആ വീട്ടിലേക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ തീരുമാനം. ഒപ്പം തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട്. അല്പസമയം മുൻപ് അവരുടെ അമ്മ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇനി ഒരു മകൾക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത്, അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഈ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാകണം എന്നുകൂടി ഈ ഘട്ടത്തിൽ ഒരു ആവശ്യം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഈ ഘട്ടത്തിൽ വേണമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. ഹാഷ്മി, വിനിത വിജിയാണ് ആ വീട്ടിൽ നിന്ന് അമ്മയോടും മകളോടും ആ കാര്യങ്ങൾ ചോദിച്ച് പ്രേക്ഷകരോട് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ വസന്തകുമാരി പറയുന്നു, ഈ അമ്മയുടെ വാക്കുകൾ അമ്മ കരുത്ത് നൽകാനുണ്ടായി ആ മകൾപ്പെന്ന് പറയുന്നു. വർഷിപ്പ് പറയുന്നു, പെൺമക്കളെ ഓമനിച്ച് വളർത്തിയിട്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് വില നൽകാതെ വിൽക്കുന്ന മാതാപിതാക്കൾക്ക് ഇതൊന്നും ഒരു പാഠമല്ല. വിസ്മയ ഉത്തര മുഫിയ പർവീൻ ആവർത്തനമാകാതിരുന്നതിൽ സന്തോഷമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ഇത്ര ഗുരുതരമായ രീതിയിൽ മർദ്ദനമേറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ സ്വാഭാവിക ഡോക്ടറെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നു. അവർ ഡോക്ടറെ കാണിച്ചിട്ട് വരുമ്പോഴേക്കും ഈ പറയുന്ന ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ തെമ്മാട് വാക്ക് അങ്ങനെ ഉപയോഗിക്കാമല്ലോ, ഇത്ര മർദ്ദിക്കുന്ന അക്രമി ആ പോലീസ് സ്റ്റേഷനിലുണ്ട്. ആ അക്രമിയുടെ തോളിൽ കയറ്റി നിൽക്കുന്ന പോലീസുകാർ, അവർക്ക് വേണ്ടി കാര്യങ്ങൾ രമ്യതയിലാക്കാൻ പരിഹരിക്കുന്ന പോലീസുകാർ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പോലീസുകാരെ കൂടി കണ്ടു. അവർ ആ ജോലിയിൽ ഉണ്ടാവരുത് എന്നുകൂടി പ്രേക്ഷകൻ പറയുന്നു. നമ്മൾ വിസ്മയ കണ്ടതാണ്, സമാനമായ എപ്പിസോഡ് വിസ്മയിൽ കണ്ടതാണ്. ഇവിടെ ഉണ്ട് ഏക മാറ്റം, വിസ്മയ കൊല്ലപ്പെട്ടു, ഈ കുട്ടി ഭാഗ്യത്തിന് കൊല്ലപ്പെട്ടില്ല. അത് മാത്രമേ മാറ്റമുള്ളൂ.